കാസർഗോഡ് തലപ്പാടിയിൽ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിലേക്ക് ഇടിച്ചു കയറി 4 മരണം. കർണാടക RTC ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. വിശദാംശങ്ങൾ സരീഷ് PK പങ്കുവയ്ക്കും. സരീഷ്, എപ്പോഴായിരുന്നു അപകടം? എന്താണ് സംഭവിച്ചത്? അല്പസമയം മുൻപാണ് കർണാടക കേരള അതിർത്തിയായ തലപ്പാടിയിൽ ബസ് അപകടത്തിൽപ്പെട്ടത്. അമിത വേഗത്തിലെത്തിയ കർണാടക RTC ബസ് സമീപമുണ്ടായിരുന്ന ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന് സമീപത്തേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. അമിത വേഗത്തിലായിരുന്നു ബസ് എന്നാണ് ഈ പ്രദേശവാസികൾ പറയുന്നത്. അതോടൊപ്പം തന്നെ ഒരുപക്ഷെ ബ്രേക്ക് നഷ്ടപ്പെട്ടതാകാം ഈ അപകടത്തിന് കാരണം എന്നും പറയുന്നുണ്ട്. ബസ്സിനും ഒപ്പം തന്നെ പുറത്തുമായി നിരവധി പേരുണ്ടായിരുന്നു. ആ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിനോടൊപ്പം തന്നെ മറ്റു വാഹനങ്ങൾക്ക് കൂടി ഇടിച്ച ശേഷമാണ് ഈ ബസ് നിന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകൾക്ക് പരിക്കേൽക്കുകയും മരണസംഖ്യ ഒരുപക്ഷെ ഉയരാനുമുള്ള സാധ്യതയുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. നിലവിൽ പരിക്കേറ്റവരെയും അതോടൊപ്പം തന്നെ ഗുരുതരമായി പരിക്കേറ്റവരെ ആദ്യം കർണാടകത്തിലേക്കാണ് കൊണ്ടുപോയത്. കാരണം മംഗലാപുരം മെഡിക്കൽ കോളേജ് ഉൾപ്പെടെയുള്ളവ ഇതിനടുത്താണ്. അതുകൊണ്ട് തന്നെ ആ ഭാഗത്തേക്കാണ് കൊണ്ടുപോയത്. പക്ഷേ 2 പേരെ ഈ ആശുപത്രിയിൽ എത്തിക്കും മുൻപ് തന്നെ മരണപ്പെട്ടു എന്നാണ് മനസ്സിലാക്കുന്നത്. ചിലർ വാഹനങ്ങൾക്ക് ഇടയിൽപ്പെട്ടതായുള്ള വിവരവും ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ മരണസംഖ്യ ഉയർന്നേക്കും എന്നാണ് ഇപ്പോൾ പറയുന്നത്. രാവിലെ മുതൽ തന്നെ ഈ പ്രദേശത്ത് കനത്ത മഴ പെയ്യുന്നുണ്ട്. ഇന്ന് നേരത്തെ യെല്ലോ അലർട്ടും അതിനുശേഷം ഓറഞ്ച് അലർട്ടും ഒക്കെ പ്രഖ്യാപിച്ചിരുന്നു. അത് രാവിലെ മുതൽ തന്നെ ഈ മഴയുണ്ട്. അതോടൊപ്പം ഈ വീതി കൂടിയ റോഡ് കൂടിയാണ്. അത്തരത്തിൽ ഈ വീതി കൂടിയ റോഡിലൂടെ എത്തുകയും പെട്ടെന്ന് ബ്രേക്ക് നഷ്ടപ്പെട്ടതുമാകാം ഈ അപകട കാരണം എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും പരിക്കേറ്റവരെ ഉൾപ്പെടെ മംഗലാപുരത്തേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. കൂടുതൽ ആളുകൾ കൂടുതൽ രക്ഷാസേന അങ്ങോട്ടേക്ക് പോവുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും നിലവിൽ ഈ ആളുകളുടെ ആരോഗ്യസ്ഥിതി നമ്മൾ മംഗലാപുരത്തെ ആശുപത്രികളിലൊക്കെ വിളിച്ചു ചോദിച്ചപ്പോൾ നിലവിൽ 2 പേരുടെ നില ഗുരുതരമായി തുടരുകയാണ്. മറ്റുള്ള ആളുകൾക്ക്, അതായത് ബസ്സിലുണ്ടായിരുന്ന ആളുകൾക്ക് തലയ്ക്കും കഴുത്തിനും ഉൾപ്പെടെ പരിക്കേറ്റിട്ടുണ്ട്. ചിലരുടെ തല ഈ ഇടിച്ച ഇതുമായി ബന്ധപ്പെട്ട് ചില പരിക്കുകളുണ്ട്. മറ്റ് ആളുകളൊക്കെ ഈ 60ഓളം പേർ ചികിത്സ തേടിയിട്ടുണ്ട് എന്നാണ് പ്രാഥമികമായി ലഭിച്ച വിവരം. പക്ഷേ അവർക്കൊന്നും തന്നെ പരിക്ക് ഗുരുതരമല്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ അപകടം ഉണ്ടായപ്പോൾ പരിക്കേറ്റത് മാത്രമാണ്. പക്ഷേ മറ്റ് 2 പേരുടെ നില നിലവിൽ ICUവിൽ പ്രവേശിപ്പിക്കുകയാണ്. അവരുടെ ആരോഗ്യസ്ഥിതിയാണ് ഇതുമായി ബന്ധപ്പെട്ട് ചില ആശങ്കകൾ നിൽക്കുന്നത്. കാരണം അവർ വാഹനം, അതായത് ഒരു കാറിലും ഒപ്പം തന്നെ ഒരു ഓട്ടോയിലും ഒക്കെ ഇടിച്ച ശേഷമാണ് ഈ കർണാടക RTC ബസ് നിന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ കാര്യത്തിൽ മാത്രമാണ് ചില ആശങ്ക നിൽക്കുന്നത്. എന്തായാലും 4 മരണം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിരിക്കുന്നു. ശരി സരീഷ, ദൃശ്യങ്ങൾ കാണാം. അവിടെ നിന്നെത്തിയ വലിയ ദുരന്തത്തിനിടയാക്കിയ സരീഷ് തുടരുന്നുണ്ട്. സരീഷ്, ഇക്കാര്യത്തിൽ നിരവധി ആൾക്കാർക്ക് പരിക്കേറ്റതായി പറയുന്നു. അതായത് 60ഓളം ആളുകൾക്ക് പരിക്കേറ്റു. അതായത് വലിയ രീതിയിലുള്ളൊരു അപകടം തന്നെയാണ് അപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഈ പരിക്കേറ്റവരെയൊക്കെ ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് മാറ്റാനൊക്കെ സാധിച്ചിട്ടുണ്ടോ? ആദ്യത്തെ സമയത്ത് രക്ഷാപ്രവർത്തനം എങ്ങനെയായിരുന്നു? ഈ പരിക്കേറ്റവരെ മുഴുവനായി മംഗലാപുരത്തെ വിവിധ ആശുപത്രികളിലാണ്. ഗുരുതരമായി പരിക്കേറ്റവരെ മംഗലാപുരം മെഡിക്കൽ കോളേജിലേക്കും ഒപ്പം തന്നെ നിസാരമായി പരിക്കേറ്റ മറ്റ് ക്ലിനിക്കുകളിലേക്കുമാണ് മാറ്റിയത്. ആദ്യം ഈ തൊട്ടടുത്തൊരു ആശുപത്രിയുണ്ട്. അത് തലപ്പാടി കഴിഞ്ഞ് അല്പദൂരം മുന്നോട്ട് പോകുമ്പോൾ പ്രാഥമികമായി ചികിത്സ നൽകാൻ കഴിയുന്ന ക്ലിനിക്കുണ്ട്. അവിടേക്കാണ് എല്ലാവരെയും ആദ്യം എത്തിച്ചത്. പക്ഷേ ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയതോടെ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. ആ കൊണ്ടുപോകുന്നതിനിടയിലാണ് 2 പേർ മരണത്തിന് കീഴടങ്ങിയത്. മറ്റ് 2 പേരെ മെഡിക്കൽ കോളേജിൽ എത്തിച്ച ശേഷമാണ് മരിച്ചത് എന്നാണ് മനസ്സിലാകുന്നത്. എന്തായാലും നിലവിൽ കൂടുതൽ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ 2 പേരുടെ നില മാത്രമാണ് ആശങ്കാജനകമായി തുടരുന്നത്. മറ്റ് ആളുകൾക്ക് കൂടുതൽ പരിക്കില്ല എന്നുള്ളതാണ് അവിടെ നിന്നും ലഭിക്കുന്ന വിവരം. നേരത്തെ പറഞ്ഞതുപോലെ ഈ ബസ്സിൽ മുഴുവനായി ആളുകളുണ്ടായിരുന്നു. കാരണം വിനായക ചതുർത്ഥിയുമായി ബന്ധപ്പെട്ട് ക്ഷേത്ര ദർശനത്തിനുൾപ്പെടെ പോകുന്ന കർണാടകത്തിലേക്ക് കൂടുതലായി ആളുകൾ പോകുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകൾ ഈ ബസ്സിൽ ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഈ ബസ്സിന്റെ അമിത വേഗം ഈ KSRTC
കർണാടക RTC ഈ കേരളത്തിൽ നിന്ന് എടുത്തത് മുതൽ അമിത വേഗത്തിലാണ് ഓടുന്നത് എന്നായിരുന്നു നേരത്തെ ഉള്ള ആരോപണങ്ങൾ. സമാനമായൊരു ആരോപണം തന്നെയാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഉള്ളത്. അതോടൊപ്പം തന്നെ ഒരുപക്ഷെ ഈ മഴ പെയ്തത് കൊണ്ട് തന്നെ വീതിയുള്ള റോഡ് പുതിയ റോഡാണ്. ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നിർമ്മാണം കഴിഞ്ഞ സമയമാണ്. അത്തരത്തിൽ അവിടെ ബ്രേക്ക് നഷ്ടപ്പെട്ടതാകാം ഈ അപകടത്തിന് ഇടയാക്കിയത് എന്നൊരു പ്രാഥമികമായ നിഗമനം മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. എന്തായാലും ഈ ആളുകളെ കൃത്യമായി മാറ്റാൻ സാധിച്ചിട്ടുണ്ട്. പരിക്കേറ്റവരെ തൊട്ടടുത്ത സമയം തന്നെ ആശുപത്രിയിലേക്ക് മാറ്റാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. മറ്റ് ശേഷിക്കുന്ന വിവരങ്ങൾ ഒരുപക്ഷെ അടുത്ത നിമിഷങ്ങളിലേക്ക് അല്ലെങ്കിൽ അടുത്ത മണിക്കൂറുകളിലാവും കൂടുതലായി പുറത്തു വരിക എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ വിവരങ്ങൾ എത്തുന്ന മുറയ്ക്ക് സരീഷിലേക്ക് വീണ്ടും മടങ്ങിയെത്താം. ഇപ്പോൾ അപകടത്തിൽ 4 മരണമാണ് സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുന്നത്. കാസർഗോഡ് നിന്ന് സരീഷ് പി ക്കാണ് വിശദമായ വിവരങ്ങൾ പങ്കുവച്ചത്.